ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ ഇന്നുള്ളത് എൻ്റെ നാട്ടിലാണ്, കോയമ്പത്തൂർ. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ തമിഴാ, ഹസ്ബൻഡാണ് മലയാളി, ഞാൻ കോയമ്പത്തൂരാണ്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലല്ലേ, എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഹസ്ബൻഡിന് ഇവിടെ പണിയായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഉത്സവത്തിന് പോയതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഉണ്ട്, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നേ. അപ്പോൾ കുറേ സാധനങ്ങളെല്ലാം ഒക്കെ ആയിരുന്നു. നമ്മൾ വൈകുന്നേരം വന്നേ, ഭയങ്കര തിരക്കായിരിക്കുന്നു, മോളെടുത്തിട്ട് വരാൻ പറ്റില്ല, എന്ന് വെയിലും അല്ലേ. നോക്കുമ്പോൾ ഈ സമയം തന്നെ ഭയങ്കര തിരക്കായിരുന്നു. കുറേ സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും എല്ലാം ചെയ്യണം. നിങ്ങളൊരു സപ്പോർട്ടില്ല നമ്മളും ഇനി ഓരോരോ വീഡിയോസ് എല്ലാം ഇടും. അപ്പോൾ എന്തായാലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇവിടെ കുറേ ഊഞ്ഞാലും എല്ലാം ഇട്ടിട്ടുണ്ട്, കുറേ സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ വർഷം തിരക്ക് കൂടുതലാണ്. ഈ വർഷം കഴിഞ്ഞ വർഷം അങ്ങനെ സമയത്തെല്ലാം ഫുള്ള് കൊറോണ അങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട്, ഇപ്പോൾ ഈ വർഷം ഫുള്ളെല്ലാം ക്ലിയർ ആയപാട് വർഷവും തിരക്ക് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഇതാണ് ദൈവം. ഇവിടെ തേരെന്ന് പറയും, കോണിയമ്മൻ എന്നാ പറയുക ഈ ദൈവത്തിന്. ഇവിടെ ഈ നാട്ടിലെ കോണിയമ്മൻ, കോയമ്പത്തൂരിൻ്റെ കാവൽ ദൈവം എന്ന് പറയും ഇവിടെ. ആ ദൈവത്തിൻ്റെ ഉത്സവമാണ്. അപ്പോൾ ഭയങ്കര തിരക്ക്, നമുക്കൊന്നും അങ്ങോട്ട് അടുപ്പിക്കാനേ പറ്റുന്നില്ല. ഉള്ളിൽ ദൈവത്തിന് പൂജ നടത്തിക്കുക. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് അത്രയും ക്ലിയറായിട്ട് കിട്ടുന്നുമില്ല. ഭയങ്കര തിരക്കായിട്ട് അങ്ങോട്ട് അടുക്കാനും പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഇത്രയും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ പിന്നെ എടുക്കണ്ടെന്നുണ്ടായിരുന്നു, പിന്നെ എടുത്ത് നിങ്ങൾക്കും കൂടി കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് അത് എടുത്തത്. അത്ര ക്ലിയറായിട്ട് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. ദൈവത്തിനോട് എന്ത് പ്രാർത്ഥിച്ചാലും നമുക്കത് നടക്കുന്ന പറയാം ഇവിടെ എല്ലാവരും. അപ്പോൾ അവിടെ ഇപ്പോൾ കല്ലുപ്പും കുരുമുളകും ഇട്ടിട്ട് നമ്മളെ മനസ്സിലേക്ക് അത് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിൻ്റെ മേലെ എറിഞ്ഞാൽ അതുപോലെ നടക്കുമെന്ന് പറയും. നമ്മൾ മേടിച്ച് ഉപ്പല്ല അങ്ങനെ அப்படி என்ன பெரிய ஊரு, பெரிய திருவிழா, எல்லாரும் ஓவரா பில்டப் கொடுக்குறீங்க. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം എനിക്കവിടെ എടുക്കാനേ പറ്റിയില്ല. എൻ്റെ കയ്യിൽ മോളും ഇല്ലതുകൊണ്ട് എനിക്ക് ഒട്ടും എടുക്കാൻ പറ്റിയില്ല, നിൽക്കാനും കൂടി അവിടെ പറ്റില്ല. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞിട്ട് ഇറങ്ങി ഇങ്ങോട്ടെല്ലാം വന്ന് നമ്മൾ അപ്പുറത്തുനിന്ന്. ഞാൻ രാത്രിയായി, അപ്പോഴത്തേക്ക് സമയം ഒരു 7 മണിയായി കാണും. അങ്ങനെയൊന്നും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വിശന്നത് കൊണ്ട് പിന്നെ വിചാരിച്ച് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പപ്പടം ബജി എല്ലാം അവിടെ കിട്ടും. അപ്പം അതും കൂടി ഇങ്ങനെ മേടിച്ച് കഴിക്കുമായിരുന്നു. നമ്മൾ പപ്പടം മേടിച്ച ആദ്യം, പിന്നെ ബജിയെല്ലാം മേടിച്ചു, പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല.
പപ്പടം ഇങ്ങനെ കഴിക്കും. അപ്പോൾ കുറേ ബൊമ്മകളും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാനും വീട്ടിൽ പപ്പടം കഴിക്കുമായിരുന്നു. കണ്ണാടകളും എല്ലാം സാധനം ഒരു സാധനം അവിടെ ഇല്ലാണ്ടില്ല, അത്രയും സാധനം ഉണ്ടായിരുന്നു. നമ്മളതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോവാം. ഇത് വീട്ടിൽ പോവാം നമ്മൾ. പിന്നെ ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറച്ച് തിരക്കെല്ലാം കുറവുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോവാം. ഇപ്പോൾ നമുക്ക് കാണാം. ഞാൻ വീട്ടിൽ പോകുന്നതും കൂടി നിങ്ങൾക്ക് കാണിക്കാമെന്ന് പറഞ്ഞെടുത്ത് എനിക്ക് പറ്റുന്നത് ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് അത്ര ക്ലിയർ ആയിട്ടും കിട്ടുന്നില്ല, എന്താണെന്ന് അറിയില്ല. അപ്പം മോളും ഞാനും കൂടിയിട്ട് ഇങ്ങനെ ഒരു വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് വ്ളോഗായിട്ട് ഞാൻ എടുത്തിടാം. നല്ല ക്ലിയറിൽ തന്നെ ഞാൻ ചെയ്യാം. അതും കൂടി നിങ്ങളെ സപ്പോർട്ട്, എന്തായാലും നിങ്ങളെ സപ്പോർട്ട് വേണം. നമ്മൾ വീട്ടിലെത്തി അങ്ങനെ ഫുൾ ടയേർഡായിട്ടാണ് നമ്മൾ വന്നത്. ഇനി മോൾക്ക് ഫുഡ് കൊടുക്കണം, ഉറക്കണം, അങ്ങനെയല്ല. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണാം. ബൈ.